ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആരംഭം കുറിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നുള്ള എണ്ണ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ സാംസ്കാരിക കേന്ദ്രമാണ് പടനിലം. യുദ്ധഭൂമി എന്നാണ് പടനിലത്തിന്റെ അർത്ഥം. ഇവിടുത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പടനിലം പരബ്രഹ്മ ക്ഷേത്രം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവമാണ് ഇവിടുത്തെ ശിവരാത്രി മഹോത്സവം. ഏഷ്യയിലെ തന്നെ ശിവരാത്രി മഹോത്സവങ്ങളിൽ ഏറ്റവും വലിയ കെട്ടുകാളകളെ ഒരുക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പടനിലം പരബ്രഹ്മ ക്ഷേത്രം എല്ലാ കാലവും മതസൗഹാർദ്ദത്തിൻ്റെ കേദാരമാണ്. നമ്മുടെ വൃശ്ചിക മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തൊട്ടടുത്ത ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നും എണ്ണ പകർന്ന് അവിടുത്തെ വികാരിയിൽ നിന്നും നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാരി എണ്ണ പകർന്നു നൽകിയാണ് ഇവിടെ വിളക്ക് കത്തിച്ചാണ് വൃശ്ചിക മഹോത്സവം തുടങ്ങുന്നത്. നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രം ചുറ്റമ്പലോ ശ്രീകോവിലോ നേദ്യമോ ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ്. വ്രതശുദ്ധിയോടുകൂടി പ്രണവമന്ത്രം ഉച്ചരിച്ച് ആരൊരു പുഷ്പം അർച്ചിക്കുന്നു അതാണ് ഇവിടുത്തെ പൂജ. ശബരിമല ഇടത്താവളം കൂടിയാണ് പടനിലം ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു ക്ഷേത്രം കൂടിയാണ്. ഏത് മതത്തിൽപ്പെട്ടവർക്കും ഇവിടെ ആരാധന നടത്തുന്നതിന് അവസരമൊരുക്കുന്ന സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇവിടെ ശ്രീകോവിലോ ചുറ്റമ്പലമോ ഗോപുരമോ ഒന്നും തന്നെ ഇല്ല. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ആല്, മാവ്, ഇലഞ്ഞി എന്നീ വൃക്ഷങ്ങൾ പ്രദാനം ചെയ്യുന്നു. പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പടനിലം പരബ്രഹ്മ ക്ഷേത്രം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൈറ്റ്സ് അപ്പാരൽസ് ആണ്. ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് ആണ് കൈറ്റ്സ് ഒരുക്കിയിരിക്കുന്നത്. ഞാൻ പേജ് മെൻഷൻ ചെയ്തേക്കാം. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക.